നമ്മളൊരു ഗുണം പിടിക്കാത്ത തലമുറയാണ് കേട്ടോ. പണ്ടാണെങ്കിൽ സീനിയേഴ്സിന്റെ അടുത്തുനിന്ന് ചീത്ത, ഇപ്പൊ ജൂനിയേഴ്സിന്റെ അടുത്തുനിന്ന് ചീത്ത. നമ്മുടെ ഒരു നിൽക്കുന്ന സ്ഥാപനം പൂട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ ഇത്ര എളുപ്പമൊന്നുമല്ല ജോലി. ജെൻസികളുടെ പ്രശ്നം വേറെയാണ്. അവര് ചേച്ചി എനിക്ക് പെട്ടെന്നൊരു ദിവസം നിൽക്കുമ്പോൾ എനിക്കിന്ന് മൂഡ് വരുന്നില്ല വരാൻ, അതല്ലെങ്കിൽ എനിക്കിന്ന് എന്തോ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ആ വിധത്തിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു ചർച്ചയ്ക്ക് വരുന്ന പാനലിസ്റ്റ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാനലിസ്റ്റ് സംസാരിക്കുന്നത് പോലെ ഒരു ജേർണലിസ്റ്റ് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ചെയ്യരുതാത്തതാണത്. കുട്ടിക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അമ്മയുടെയൊക്കെ ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഉണ്ട്. കയ്യിൽ നിന്ന് പോയി എന്നാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട വാർത്താമുഖമായ ലക്ഷ്മി പത്മയാണ്. നമസ്കാരം. നമസ്കാരം. ഈ ജേർണലിസം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒന്നും സ്വപ്നമാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് അറിയുക, എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും ഇപ്പൊ മാമിന്റെ ഒക്കെ ഒരു ചെറുപ്പത്തിൽ പറഞ്ഞു തരാൻ അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ജേർണലിസം എന്ന് പറയുന്ന ഒരു കരിയർ ചൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്? അതിന് ആരെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇതിന്റെ പിന്നിൽ? അങ്ങനെ എനിക്ക് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷൻ ഞാൻ കാണുമായിരുന്നു. വീട്ടിൽ അച്ഛൻ ഭയങ്കരമായിട്ട് ന്യൂസ് ചാനൽ കാണുന്ന ആളായിരുന്നു. അപ്പോൾ വീട്ടിലിങ്ങനെ ന്യൂസ് ചാനൽ കാണുമ്പോൾ ഓക്കെ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അന്ന്. ഏതാണ് ഞാനൊക്കെ കാണുമ്പോൾ മലയാളത്തിൽ സിന്ധു സൂര്യകുമാറൊക്കെ ഉള്ളൂ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഷാൻ ചേച്ചിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അവർ വാർത്ത വായിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ആർക്ക് വേണമെങ്കിലും വാർത്തയൊക്കെ വായിക്കാൻ, അങ്ങനെ നമ്മുടെ ഒരു ദൂരദർശനിലേക്കുള്ള ശൈലിയൊന്നും അല്ല. ഇന്ത്യ വിഷനിലായപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പോലുള്ള മനുഷ്യർ തന്നെ പോയി ഒന്ന് വാർത്ത വായിക്കുന്നുണ്ട്. ഇപ്പൊ ഷാൻ ചേച്ചി, അനുപമ ചേച്ചിയൊക്കെ വാർത്ത വായിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഓക്കെ കൊള്ളാലോ, നമുക്കും പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാനതങ്ങനെ ഞാനായിട്ട് ചൂസ് ചെയ്തിട്ടില്ല സത്യത്തിൽ. എനിക്കൊരു കൺഫ്യൂഷൻ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എന്താവണം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ടീച്ചർ ആവണോ, ഇനി എന്തെങ്കിലും ഒരു ജോലി മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനാണ് സത്യത്തിൽ പറഞ്ഞത് ഒന്ന് ജേർണലിസം കോഴ്സിൽ പോയി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് സംഗതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം പ്രസ് ക്ലബിലായിരുന്നു ഇലക്ട്രോണിക് ജേർണലിസം, അവരുടെ ഒരു രണ്ടാമത്തെ ബാച്ചായിരുന്നു ഇലക്ട്രോണിക് ജേർണലിസത്തിൻ്റെ. അപ്പോൾ സോമൻ സാറ് ഡയറക്ടർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഈ വിഷ്വൽ ജേർണലിസം സംഗതി കൊള്ളാം എന്ന് തോന്നി അവിടെ വെച്ച്. അങ്ങനെയാണ് അതിൽ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അച്ഛൻ പിന്നും ഇടയ്ക്ക് വന്ന് എന്നെ വീണ്ടും BEd ചേർക്കാനൊക്കെ ഒരു ശ്രമം നടത്തി. പക്ഷെ സോമൻ സാറ് അച്ഛനെ കൗൺസിൽ ചെയ്ത് തിരിച്ച് വേണ്ട, അവൾക്ക് ഇതിലായിരിക്കും ഭാവി എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ്, എനിക്ക് ഇഷ്ടമായി ഫീൽ ചെയ്യുന്നതാണ്, അപ്പം അതിനെ ഇത് ചൂസ് ചെയ്യാമെന്ന് ഓർത്തു. ആദ്യം സൂര്യ TV കയറി. പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യ വിഷനിലേക്ക് വളരെ പെട്ടെന്ന് സൂര്യയിൽ നിന്ന് മാറുകയും ചെയ്തു. ഒരു 1.5 കൊല്ലം സൂര്യയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇന്ത്യ വിഷനിലേക്ക് മാറി. ആ ലൈവ് ന്യൂസ് സെറ്റപ്പ് അത് ഭയങ്കര രസമായിരുന്നു ശരിക്കും. ഇന്ത്യ വിഷനിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ ലൈവ് എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് സൂര്യയിലാവുമ്പോൾ അത് അങ്ങനെ കിട്ടില്ല. അത് ലൈവില് റെക്കോർഡഡ് ബുള്ളറ്റിൻസ് ഒക്കെയാണ്. ഇന്ത്യ വിഷന്റെ ആ ഒരു ലൈവ് ഫീല് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു. സ്റ്റിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക സുരക്ഷിതത്വം എന്നൊരു വലിയ ടേം ഇതിനകത്ത് നമ്മളിപ്പം പുതിയതായി ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും. ഇപ്പം ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിക്കാൻ പറയും നമുക്ക് അത്ര സേഫായിട്ട് ആദ്യത്തെ കുറച്ച് നാളുകൾ കടന്നു പോകാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്കിത് ഞാൻ കുറച്ച് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് മൂവ് ഓൺ ആവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ഫീൽഡ് കുറച്ചുകൂടി ഫിനാൻഷ്യലി ബെറ്റർ പേ ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന വിധത്തിലേക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടക്കത്തിൽ ഇപ്പോൾ ഇന്ത്യ വിഷന്റെ കാലത്ത് ഉണ്ടായിരുന്ന ക്രൈസിസ് ഇപ്പോൾ ഇല്ല. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് അടുത്തേക്ക് മാറാനുള്ള സാധ്യത കിടപ്പുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതകൾ ഇപ്പോൾ ജേർണലിസത്തിൽ ഒരുപാടുണ്ട് എന്നാണ് തോന്നുന്നത്. പഴയ പോലത്തെ ഒരു ക്രൈസിസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് സത്യമാണ്. അത് എൻ്റെ ഒരു ഫീലിംഗ് മാത്രമല്ല, സത്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് പലതും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതിന് കാഴ്ചക്കാരുണ്ട്. അങ്ങനെ അവർക്കൊരു വ്യൂവേഴ്സിനെ അവരുടേതായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓപ്ഷൻസ് ഒരുപാടുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ സ്പേസസ് ഇഷ്ടം പോലെ വന്നു. സാറ്റലൈറ്റ് ചാനൽസ് മാത്രമല്ല ഉള്ളത്, അപ്പം പിന്നെ PR വർക്ക്സ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ. ജേർണലിസം ചെയ്യുന്ന ഒരാൾക്ക് വെറുതെ അപ്പോൾ എന്തെങ്കിലും തരം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പഴയ പോലെ അങ്ങനെ ഒരു വലിയ ക്രൈസിസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ക്രൈസിസിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഏത് ഫീൽഡിലും ഒരാൾ ആ തരത്തിൽ കടന്നു പോകേണ്ടി വരും പ്രൈവറ്റ് സെക്ടറിൽ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയൊന്നും സ്റ്റേബിൾ അല്ലല്ലോ നമ്മുടെ ഗവൺമെന്റ് ജോലി പോലെ അത്ര സെക്യൂർ അല്ല. ഇപ്പം കരിയർ ജേണി നോക്കുകയാണെങ്കിൽ സൂര്യ TV, ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റ്, 24, ഫോർത്ത്, ഇപ്പം ന്യൂസ് മലയാളത്തിൽ വന്നേക്കുക, ഇങ്ങനെ ഒരു ജേണി ഉണ്ടല്ലോ ഈ ഒരു കാലയളവിനുള്ളിൽ. ഉണ്ണി ബാലകൃഷ്ണൻ സാറുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 2 വർഷത്തിൽ കൂടുതലൊന്നും ഒരു സ്ഥലത്ത് നിൽക്കരുത്, നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. അതൊരു മോട്ടോ തന്നെയാണോ മാം പിടിക്കാറുള്ളത്? ഞാനങ്ങനെ വേണം എന്ന് വെച്ചാൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തതൊന്നും അല്ല കേട്ടോ. അത് പക്ഷെ എനിക്ക് കുറച്ചുകൂടി കരിയറിൽ എനിക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൂര്യന്ന് നേരെ എന്നാൽ പിന്നെ സൂര്യയിൽ തന്നെ നിൽക്കാം എന്ന് സൂര്യ പിന്നെ ഫിനാൻഷ്യലി ഒക്കെ വളരെ ചെറിയ പേയും ഒക്കെയാണ് എങ്കിലും എനിക്ക് അവിടെ നിന്ന് ഒരു ലൈവ് ഇതിലേക്ക് തന്നെ പോകണം, ഇന്ത്യ വിഷനിലേക്ക് തന്നെ പോകണം എന്നുള്ളത് എനിക്ക് അന്ന് വേണമെങ്കിൽ പലരും എൻ്റെ കൂട്ടത്തിലുള്ള പലരും ഏഷ്യാനെറ്റൊക്കെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏഷ്യാനെറ്റ് അല്ല, അന്ന് ഇന്ത്യ വിഷൻ ഭയങ്കര അത്രയും യൂത്ത്ഫുൾ ആയിട്ടുള്ള അത്രയും വലിയ ടീം, അതറിയാം ഫിനാൻഷ്യലി ഒക്കെ പ്രശ്നമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ഇന്ത്യ വിഷനായിരുന്നു. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. നമുക്ക് ഈ ടൈം ലിമിറ്റിനൊക്കെ അപ്പുറം ഷിഫ്റ്റിനൊക്കെ അപ്പുറം വർക്ക് ചെയ്യണം, വർക്ക് എങ്ങനെ എത്ര ഡെഡിക്കേറ്റഡ് ആയി ചെയ്യണം എന്നൊക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് ഇന്ത്യ വിഷൻ ഒരു ക്രൈസിസിലാവുമ്പോൾ തന്നെയാണ് ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത്. അപ്പോഴും ജോലി കിട്ടാതിരിക്കില്ല എന്ന് എനിക്ക് അറിയാം. കാരണം നമ്മൾ അത്രയും 100% നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജോലി കിട്ടും, നമുക്ക് എവിടെയാണെങ്കിലും കിട്ടും. പക്ഷെ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ നേരത്ത് നമുക്കൊരു പെട്ടെന്നൊരു ജോലി, നമ്മുടെ ഒരു നിൽക്കുന്ന സ്ഥാപനം പൂട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ ഇത്ര എളുപ്പമൊന്നുമല്ല ജോലി കിട്ടുന്നത്. പക്ഷെ ഏഷ്യാനെറ്റിലേക്ക് പോയി. ഏഷ്യാനെറ്റ് ഈ പറഞ്ഞ പോലെ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, നമ്മൾക്ക് വളരെ സുരക്ഷിതത്വമാണ് ജോലിയുടെ കാര്യത്തിൽ. പക്ഷെ നമുക്ക് നമ്മുടെ കരിയർ വൈസ് എന്തെങ്കിലും കൂടുതലായി അതിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് തോന്നിയിട്ടില്ല. കാരണം അതിന് വളരെ കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒത്തിരി സീനിയേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചറിനനുസരിച്ചേ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നാൽ പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകാമെന്ന് ഓർത്തു. ഫോർത്ത് പക്ഷേ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ആ വിധത്തിൽ നടന്നില്ല. അതൊരു ഓൺലൈൻ സ്പേസ് മാത്രമായി അവശേഷിച്ച് പോവുകയാണ് ചെയ്തത്. സാറ്റലൈറ്റിലേക്ക് അവർക്ക് എത്താൻ പറ്റിയില്ല. ഫോർത്തിൽ നിന്ന് സ്വാഭാവികമായും മാറേണ്ടി വന്നു. അങ്ങനെയാണ് ന്യൂസ് മലയാളം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്വപ്നത്തിനനുസരിച്ചൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ കുട്ടി ചാനലാണ്, ഇപ്പോഴും അത് ഒരു 6ാം സ്ഥാനത്തേക്ക് തുടക്കത്തിൽ തന്നെ എത്താൻ പറ്റി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ കാര്യമാണ്. ഞാൻ ഇവിടെ അസോസിയേറ്റ് എഡിറ്ററാണ്. അപ്പം നമ്മളൊരു ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. നമ്മളൊരു സാധനം മുളച്ച് വരുന്നത് കാണുക, അതിൻ്റെ ഒരു പാർട്ടാവുക, ഒരു ചെടിക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് വളമിട്ട് അത് വളർന്നു വരുന്ന കാണാനുള്ള ഒരു സന്തോഷമില്ലേ, അത് ശരിക്കും ഇതിൻ്റെ കാര്യത്തിൽ ന്യൂസ് മലയാളത്തിൻ്റെ കാര്യത്തിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ബുള്ളറ്റിൻ വായിക്കുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടി പാർട്ടായിട്ടുള്ള ആലോചനകൾ, പ്രോഗ്രാംസ് അതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ചാനലിൻ്റെ വളർച്ചയുടെ പാർട്ടാവുന്നത് ഭയങ്കര സന്തോഷമാണ്. മറ്റേ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വൻമരത്തിൻ്റെ തണലിൽ പോയി നമ്മൾ നിൽക്കുകയാണ്. അതിനേക്കാളും സന്തോഷം തരുന്നതാണ് ഒരു കുഞ്ഞു ചെടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ തണലിലേക്ക് ആവുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ട്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ ജെൻസി എന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 തരം എക്സ്പീരിയൻസ് ആണ്. ഇത് രണ്ടിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സത്യം പറയട്ടെ, രണ്ടും നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു കാലം വരെ വിചാരിച്ചിട്ടുണ്ട് ഈ നമ്മുടെ അടുത്ത് സീനിയേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർ പബ്ലിക്കായി ചീത്ത വിളിക്കും നമ്മളെ ഭയങ്കരമായിട്ട്. നമ്മളെ യാതൊരു വിധത്തിലും നമ്മളെ അങ്ങനെ പാമ്പർ ചെയ്യാനൊന്നും നിൽക്കത്തൊന്നുമില്ല. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നവരാണ്. ഒന്നും മുഖം നോക്കാതെ ചീത്ത വിളിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്കൊരു എക്സ്ക്യൂസ് പോയി പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വിധത്തിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാനും ഒരിക്കൽ സീനിയർ ആവും എന്ന്.
പക്ഷെ ഞാൻ സീനിയർ ആയപ്പോൾ അവസ്ഥ വേറെയാണ്. ജെൻസിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് എത്രയാന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആള് ജെൻസി ആണെന്നാണ് എനിക്ക്. ജെൻസിയുടെ ആ ഇത് ക്രോസ് ചെയ്തില്ലല്ലോ അല്ലെ ബോർഡർ. ജെൻസികളുടെ പ്രശ്നം വേറെയാണ്. അവര് ചേച്ചി എനിക്ക് പെട്ടെന്നൊരു ദിവസം എഴുന്നേക്കുമ്പോ എനിക്കിന്ന് മൂഡ് വരുന്നില്ല വരാൻ, അതല്ലെങ്കിൽ എനിക്കിന്ന് എന്തോ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ആ വിധത്തിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ട്. സത്യത്തിൽ വല്ലാത്തൊരവസ്ഥയാണ്. അവരാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഇതില്ലേ, ഇത് നമ്മുടെ റൈറ്റ് അല്ലേ, ഇതിപ്പോ എനിക്ക് വർക്ക് ചെയ്യാൻ ഇന്ന് പറ്റിയില്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അത് നിങ്ങളല്ലേ മനസ്സിലാക്കേണ്ടത് എന്നുള്ള മട്ടിൽ നമ്മളോട് സംസാരിക്കും. അപ്പോൾ അത് പാരന്റിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്. ഇപ്പൊ അമ്മയും അച്ഛനും ഒക്കെ നമ്മളെ ചീത്ത പറഞ്ഞ് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കൊച്ചിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറയുമ്പോൾ തിരിച്ചങ്ങനെയൊന്നും അല്ല, തിരിച്ച് അവര് നമ്മളെ ചീത്ത പറയുന്നതാണ്. ഇപ്പൊ മോൻ്റെ അടുത്തൊക്കെ ചില കാര്യങ്ങൾ പറയാൻ അവന് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമെന്ന് കരുതി നമ്മളിങ്ങനെ അന്തം വിട്ട് പേടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യത്തിൽ. ഒരു വല്ലാത്ത തലമുറയാണ് നമ്മുടേത്. ഞാനത് എപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞു ചിരിക്കാറുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഗുണം പിടിക്കാത്ത തലമുറയാണ്. പണ്ടാണെങ്കിൽ സീനിയേഴ്സിന്റെ അടുത്തുനിന്ന് ചീത്ത, ഇപ്പൊ ജൂനിയേഴ്സിന്റെ അടുത്തുനിന്ന് ചീത്ത. എല്ലാ കാലത്തും ചീത്ത കേൾക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു ജനറേഷനാണ് നമ്മളെന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവകാശ ബോധങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി. അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. പ്രൗഡ്, നമ്മൾ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുമ്പോൾ നമ്മുടെ കർത്തവ്യങ്ങളെ കുറിച്ച് കൂടി ബോധവാന്മാരായിരിക്കണം. അത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതിനെ തെറ്റായിട്ടല്ല കാണുന്നത്. അതിനെ ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ പറയണമെങ്കിലും അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് എലമെന്റ്സ് ഉണ്ട്. അവനവന്റെ സ്പേസ്, അവനവന്റെ കംഫർട്ട്, അതിനെയൊക്കെ കുറിച്ച് പുതിയ തലമുറ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ട്. അവരൊരു കാര്യം അവർക്ക് പറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ അവരതിനോട് നോ പറയുന്നുണ്ട്. അവര് തൊഴിലിടത്തിലെ എന്തെങ്കിലും തരം ചൂഷണങ്ങളെ അവർ കണ്ടുകൊണ്ട് നിൽക്കില്ല. അതിനോട് ആ മൊമെന്റിൽ റെസ്പോണ്ട് ചെയ്യും. ഭയങ്കര നല്ല കാര്യമാണ്, പോസിറ്റീവായ ചേഞ്ച് ആണ്. ഞാൻ പറഞ്ഞ അതിനിടയിൽ നമ്മളെ പോലുള്ള ചിലർക്ക് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയുകയാണ്. അതല്ലാതെ ജെൻസി മുഴുവൻ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നാളെ തള്ള വൈബം എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രോള് കിട്ടുമോ? ഇപ്പൊ തന്നെ പീരീഡ്സ്, നമുക്കും ഒക്കെ പീരീഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതെന്തിനാ ഇതിപ്പോ പീരീഡ്സ് ഒക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന് തോന്നിപ്പോവും. പീരീഡ്സ് ആണെങ്കിൽ പിന്നെ ആ ദിവസം ഭയങ്കരമായി അവർക്ക് പിന്നെ അങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളാണെങ്കിൽ വയ്യാതെ ഒക്കെ തന്നെ, തലവേദനയാണെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട്, ജലദോഷമാണെങ്കിൽ ജലദോഷമായിട്ട് തന്നെയൊക്കെ പോകാറുണ്ട്. അതിപ്പം ഞാൻ പറയുന്ന അത് വേറെ ജെൻസിയെ അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് മാറ്റി വെച്ച് പറയല്ല. എൻ്റെ മോൻ തന്നെ, മോൻ ജെൻസിയാണല്ലോ, എനിക്കറിയാം. മോന് വയ്യെങ്കിൽ ചെറിയ ജലദോഷം ഉണ്ടെങ്കിൽ പോലും ഞാനിന്ന് സ്കൂളിൽ പോയില്ല എന്നൊക്കെ തീരുമാനിക്കുകയാണ്. എനിക്കിത് പറ്റില്ല, എനിക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും നോക്കാം, അമ്മയ്ക്കും വയ്യ, അമ്മയും ഇതുപോലെ അസുഖമാണ്. അമ്മ പക്ഷേ സ്കൂളിൽ പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, വളരെ കൃത്യസമയത്തിന് പഞ്ച് ചെയ്യുന്നുണ്ട്, അവിടെ കറക്റ്റ് പോയി ജോലി ചെയ്യുന്നുണ്ട്. നിനക്ക് അത് അറ്റ്ലീസ്റ്റ് നോക്കി കണ്ടൂടെ? അതൊന്നും എനിക്ക് പറ്റത്തില്ല, അമ്മയെ പോലെ എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരാഴ്ചയൊക്കെയാണ് ലീവ്. എനിക്ക് വയ്യെങ്കിൽ ഞാൻ 1 ദിവസമോ 2 ദിവസമോ ലീവ് എടുക്കും, അതിൽ കൂടുതൽ എടുക്കില്ല. നമ്മൾ വയ്യായികയും കൊണ്ടുപോയി പണിയെടുക്കുന്ന അങ്ങനത്തെ ഒരു കഷ്ടം പിടിച്ച ജനറേഷനാണ് നമ്മളത്. ഇപ്പൊ പാരന്റിങ് പറഞ്ഞതുകൊണ്ട് അത് ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. ഈ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കേണ്ടതുണ്ടല്ലോ. അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞാലും നമ്മൾ ഫോണിലും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അവൈലബിൾ ആയിരിക്കണം. അപ്പം മകന് അത്രത്തോളം ഒരു ഗുഡ് മദർ, ആ ടേം ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ലെങ്കിലും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു അമ്മയാണ്. പാരന്റിങ്ങിൽ വന്നേക്കുന്ന വ്യത്യാസം എങ്ങനെയുണ്ട്? ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സമയമൊക്കെ കണ്ടെത്താൻ പറ്റാറുണ്ടോ? അത് കുറവാണ്. ഇപ്പം എല്ലാ വർക്കിംഗ് പാരൻസിനെയും പോലെ മോന് അധികം സമയം, പ്രത്യേകിച്ചും എല്ലാ വർക്കിംഗ് പാരൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അധികം സമയം ജോലി സ്ഥലത്ത് ചെലവഴിക്കേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാ വർക്കിംഗ് പാരൻസിനെയും പോലെ ഉള്ള കമ്പാരിസൺ പോലും ശരിയല്ല. ശരിയാണ്, കുട്ടിക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അമ്മയുടെയൊക്കെ ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അമ്മ വന്ന് നോക്കിയിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പാരൻസിൻ്റെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളൊരു ജോലി, ഇങ്ങനത്തെയൊക്കെ ഒരു ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൈകോർത്ത് പിടിച്ചിട്ട് തന്നെയാണ് ഈ ജോലിയിൽ ഇങ്ങനെ നിലകൊള്ളാനൊക്കെ പറ്റുന്നത്.
അതല്ലാതെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒറ്റയ്ക്കാണ്, നമുക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് കുട്ടിയെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും, ഏതെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ചില രാഷ്ട്രീയം നമ്മുടെ ഉള്ളിലുണ്ടാവും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല, നമുക്കൊരു രാഷ്ട്രീയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളൊരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അപ്പം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ ആശയത്തോടൊക്കെ ചായ്വുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ന്യൂസ് റീഡർ അല്ലെങ്കിൽ ആങ്കർ കൃത്യമായ രാഷ്ട്രീയ ചായ്വുകളൊന്നുമില്ലാതെ ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത്? അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോഴും. ന്യൂസ് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പം എനിക്കൊരു ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്ന് വെച്ചപ്പോൾ എല്ലാ വാർത്തയും അതിനോട് നമുക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തെ കൂടി ആ കുഴലിൽ കൂടി കടത്തിവിട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. ചില കാര്യങ്ങളിൽ ഒരു ശരി ഉണ്ടാവും അല്ലെ. എല്ലാ സമയത്തും ഒന്നും വിചാരിക്കണ്ട. നമുക്ക് 3 പാർട്ടികളെ എടുത്തു കഴിഞ്ഞാൽ BJP, കോൺഗ്രസ്, CPM എന്ന് വെക്കുക. പക്ഷേ നമുക്കിപ്പോൾ ഒരു വാർത്ത വരികയാണ്. വാർത്ത വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ശരിയായ നിലപാട് കൈക്കൊണ്ടത് കോൺഗ്രസ് ആയിരിക്കാം, അല്ലെങ്കിൽ CPM ആയിരിക്കാം. അത് നമുക്ക് തുറന്നു പറയാൻ പറ്റണം. അതല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വാർത്ത നമുക്ക് ചെയ്യാൻ പറ്റണം. ഓരോ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിനോട് നിലപാട് സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആത്യന്തികമായി നമ്മൾ എപ്പോഴും CPM-നെ എതിർത്തുകൊണ്ടിരിക്കലോ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരിക്കലോ അങ്ങനെ ഏതെങ്കിലും നമ്മളുടെ ഒരു ഇഷ്ടമായിട്ടോ നമ്മുടെ ഒരു സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ വാർത്തകളെ കാണരുത്. അങ്ങനെ കാണുന്നവർ നല്ല ജേർണലിസ്റ്റ് ാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എല്ലാ സമയവും സർക്കാരിനെ വിമർശിക്കലാണ് എൻ്റെ പണി എന്ന എല്ലാ സമയവും നമ്മൾ അങ്ങനെ വിമർശിച്ചിരിക്കേണ്ട കാര്യമില്ല. സർക്കാർ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണം, തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ അതിനകത്തൊരു ന്യൂട്രൽ പാത്ത് അങ്ങനെയാണ് വരിക. അല്ലാതെ ഒരു വാർത്തയുടെ കാര്യത്തിൽ നമുക്ക് ന്യൂട്രൽ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അങ്ങനെയും പറയാറുണ്ട്, നമ്മൾ ബാലൻസ്ഡ് ആയി വാർത്ത ചെയ്യണമെന്ന്. പക്ഷെ പുതിയ കാലത്ത് നമ്മൾ അങ്ങനെ അത്രയധികം ബാലൻസ്ഡ് ആയി നമുക്ക് പോകാൻ പറ്റില്ല. വാർത്തയ്ക്കൊരു പക്ഷം ഉണ്ടായിരിക്കും എപ്പോഴും. അതൊരു ശരിയുടെ പക്ഷമാണ്, അതൊരു ജനപക്ഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മുടെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയങ്ങളെ കലർത്താതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചു എന്ന് വെക്കുക, നമ്മളെ ആരെങ്കിലും ഒരു പാർട്ടിക്കാർ വന്ന് ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ വിമർശിച്ചു എന്ന് വെച്ച് അവരൊരു നല്ല കാര്യം ചെയ്താൽ അവർ ചെയ്ത നല്ല കാര്യത്തെ നമ്മൾ പറയണം. നമുക്ക് എന്ത് വിഷമം ഉള്ളിൽ തോന്നിയാലും അവർ ചെയ്ത നല്ല കാര്യത്തെ പറയണം. അതല്ലാതെ നമുക്ക് ഞാൻ ഇന്ന ആളോട് പ്രശ്നമാണ്, ഇന്ന ആൾ ചെയ്ത നല്ല കാര്യം ഞാൻ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നോക്കാൻ പറ്റില്ല. നമുക്ക് വ്യക്തി ജീവിതത്തെ നിലപാടെടുക്കാം, പക്ഷെ ഈ ഫീൽഡിലേക്ക് വന്നാൽ അതിന് പറ്റില്ല. എനിക്കത് തോന്നാറുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ന്യൂസ് കാണുമ്പം ന്യൂസ് അവതാരകർ അല്ലെങ്കിൽ ന്യൂസ് റീഡേഴ്സ് പറയുന്ന വാർത്ത കൃത്യമായിരിക്കും എന്ന് നമുക്കുള്ളിൽ ഒരു തോന്നലുണ്ട്. അവർ പറയുന്നതിനോട് ചേർന്ന് നമ്മൾ പിന്നെ പത്രങ്ങളിൽ എഡിറ്റോറിയലൊക്കെ വായിച്ചിട്ടായിരിക്കും നമ്മൾ ചില വിഷയങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കുക. നമുക്ക് അറിയില്ലാത്ത പ്രായത്തിൽ നമ്മൾ അത്തരത്തിലൊക്കെ എടുക്കുമല്ലോ. ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ നമുക്കൊരു ഓക്കെ ഇതാണ് ഇതിനകത്തുനിന്ന് ഫാക്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം കാണുമ്പോൾ ചില വാർത്താ അവതാരകർ ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഓക്കെ ഇവർ പറയുന്നത് ഇതിനെ മാത്രം പുകഴ്ത്തിക്കൊണ്ടായിരിക്കും എന്നൊരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമുക്ക് അവർ പറയുന്ന ഫാക്ട് ഒരിക്കൽ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് അതിന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. അത് അത്തരം പ്രോഗ്രാമുകളുടെ ഒരു ശൈലിയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു കച്ചവട തന്ത്രം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇന്ന കാര്യത്തെ നമ്മൾ ഭയങ്കരമായി ഒരു വേർഷൻ പിടിച്ച ഒരു ജേർണലിസ്റ്റ് സംസാരിക്കുന്നത് ഒരു പക്ഷേ അതിനകത്ത് ഒരു കച്ചവട തന്ത്രമായിരിക്കാം. ആ പാർട്ടിക്കാർ അതിനെ റീലായി കട്ട് ചെയ്ത് കൊണ്ടുപോയി ആഘോഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അതാണ് ശരിയായ ജേർണലിസം എന്ന് ഞാൻ എന്തുകൊണ്ടോ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല. എന്തുകൊണ്ടോ അല്ല, അതങ്ങനെയല്ല. അതിനകത്ത് നമുക്ക് നിലപാടെടുക്കാം, പക്ഷെ അത് ശരിയായ നിലപാടായിരിക്കണം. ഫാക്ട്സ് വെച്ചിട്ടായിരിക്കണം പറയേണ്ടത്. അതല്ലാതെ ഫ്ലോറിൽ വന്ന് ഒരു ചർച്ചയ്ക്ക് വരുന്ന പാനലിസ്റ്റ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാനലിസ്റ്റ് സംസാരിക്കുന്നത് പോലെ ഒരു ജേർണലിസ്റ്റ് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ചെയ്യരുതാത്തതാണത്. അതാണ് മനുഷ്യരിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മളൊരു പാർട്ടിയുടെ ആളുകളല്ല. നമ്മളിതിനകത്ത് നമ്മളെ പാർട്ടിയുടെ ആളുകളായി ചാപ്പ കുത്താൻ നോക്കും. അങ്ങനെ പറയുമായിരിക്കും പുറത്തുനിന്ന്. അതൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ബോധ്യം നമുക്കും വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് ഉണ്ടായിരിക്കുകയും വേണം.
ഈ ന്യൂസ് അവതരിപ്പിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള ന്യൂസുകളാണല്ലോ നമ്മൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുക. ഇപ്പൊ നമ്മൾ ലൈവ് ചാനൽ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ആ ചാനൽ ഒന്ന് ഓഫ് ചെയ്ത് മീൻസ് TV ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. കാരണം രാവിലെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നു, അല്ലെങ്കിൽ ആക്സിഡന്റിൽ ഇത്ര പേര് മരിച്ചു. കാരണം നമ്മുടെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാർത്തകൾ ആദ്യം ആളുകൾക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇത്തരം വാർത്തകൾ രാവിലെ കേട്ട് വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെയൊക്കെ ഇപ്പൊ മാനസികമായി ബാധിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിയെ പോയി പെൺകുട്ടീനെ പീഡിപ്പിച്ചു, അല്ലെ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ കുഞ്ഞിനോട് മോശമായി പെരുമാറി, ഇത്തരം വാർത്തകളൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലത് ഇതിങ്ങനെ ലൈവ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇത്തരം വാർത്തകളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഒരു മനസ്സിനെ ഭയങ്കര കാമാക്കി സൂക്ഷിക്കുക? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയം നമ്മൾ പിന്നെ യൂസ്ഡ് ആയിട്ടുണ്ട് ഇത്തരം വാർത്തകളോടൊക്കെ. ഇങ്ങനെ വാർത്ത വരുമ്പോൾ ആ നേരത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വിഷമം തോന്നും. ഇന്നലെ തന്നെ ആ പെൺകുട്ടിയെ വെറുതെ ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ചവിട്ടി ഇടുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു ജേർണലിസ്റ്റിനെ മാത്രമല്ല ഹോണ്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഏത് സാധാരണക്കാരായ പെൺകുട്ടി ആ വാർത്ത കാണുന്ന ഒരാളെ സംബന്ധിച്ച്, പെൺകുട്ടിയെന്ന് മാത്രമല്ല അവരുടെ പാരൻസിനെ ഒക്കെ ഹോണ്ട് ചെയ്യുന്ന ഒരു വാർത്തയാണത്. അത്തരം വാർത്തകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓർക്കാറുണ്ട് ഞാൻ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുട്ടികളുമായിട്ട് +1 കുട്ടികൾ +2 കുട്ടികളാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും, അത്തരം വയലൻസിൽ കൂടി കൊച്ചുകുട്ടികൾ കടന്നു പോകുമ്പോൾ അവർ അതിന് വിധേയരാകുമ്പോൾ ഞാൻ മോനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വാർത്ത കാണുമ്പോൾ നമ്മളെ റിലേറ്റ് ചെയ്യാറുണ്ട് സ്വന്തം നിലയ്ക്ക്. അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും നമുക്ക് ഈ ചുറ്റും കാണുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്, നമ്മൾ റിലേറ്റ് ചെയ്യാറുണ്ട്, വിഷമം തോന്നാറുണ്ട്, ചിലപ്പോൾ ഒക്കെ കരച്ചിൽ വരും, ചിലപ്പോൾ ഭയങ്കര ആങ്സൈറ്റി തോന്നും. ഈ ക്രൈം വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ആങ്സൈറ്റി തോന്നും. ആ അഫാൻ എന്ന് പറയുന്ന പയ്യൻ സത്യത്തിൽ എൻ്റെ വീട്ടിന് അടുത്തൊക്കെ വരുന്ന ഒരു സ്ഥലത്താണ് അവൻ. അപ്പോൾ അവൻ്റെയൊക്കെ ആ ക്രൈം വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ വല്ലാത്ത ആങ്സൈറ്റി വരാറുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമ്മളൊരു ഞാൻ പൂർണ്ണമായും വാർത്ത ചിലപ്പോൾ കുറേ അവേഴ്സ് അങ്ങ് കട്ട് ചെയ്യും. എനിക്കിനി ഇതൊന്നും നോക്കണ്ട, ഞാൻ ബ്രേക്കിംഗ് ഗ്രൂപ്പ് നോക്കില്ല. നമുക്ക് ബ്രേക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിറ്റേന്ന് രാവിലെ ഇന്നലെ ഞാൻ നിർത്തിയെടുത്തു ആ വാർത്ത എടുത്ത് തുടങ്ങി വായിക്കുക, സൈറ്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റും. രാത്രി പിന്നെ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വല്ല സീരീസോ സിനിമയോ വേറെ ഏതെങ്കിലും ഒരു നമുക്കിഷ്ടമുള്ള ഒരു വേൾഡിലേക്ക് മാറി ആണ് വൈകിട്ട്. ഞാൻ മിക്കവാറും വൈകിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അധികം വാർത്ത നോക്കാറില്ല. അത്രയും വലിയ ഇപ്പോൾ യുദ്ധം നടന്ന സമയത്തൊക്കെ മാത്രമാണ് അങ്ങനെ പോയി വാർത്ത വളരെ കൃത്യമായി നോക്കുന്നത്. നല്ലതാണോ എന്ന് വെച്ചാൽ അതാണ് നല്ല ജേർണലിസ്റ്റിന്റെ രീതി, അതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് കുറച്ചുകൂടി സമാധാനം തരുന്ന കുറച്ചു നേരം ഈ വാർത്തയിൽ നിന്ന് കട്ട് ഓഫ് ആയി വേറെ ഏതെങ്കിലും സിനിമയോ പാട്ടോ ഒക്കെ കേട്ട് വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സമാധാനം കിട്ടാറുണ്ട്. ഇത്ര വർഷത്തെ ഒരു യാത്രയിൽ ഈ ഒരു ഏറ്റവും മനസ്സിനെ പിടിച്ചുലച്ച, അല്ലെങ്കിൽ ഇത് തൊണ്ടയിടറി വായിക്കാൻ പറ്റാതെ വന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആക്കിയ സംഭവം, ഇങ്ങനെ 2 സംഭവങ്ങൾ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ഞാൻ നേരത്തെ ഏതൊക്കെയോ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്ക് ഭയങ്കര വിഷമം വരുന്നത്. ഇപ്പം കിങ് കിടുക്കു മരിച്ചു എന്ന് പറയുന്ന വാർത്ത, അത് കോവിഡ് ടൈമിലാണ് നമ്മളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ആങ്സൈറ്റിയിലും അടഞ്ഞിരിപ്പിൻ്റെ പ്രശ്നങ്ങളിലും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത കൂടി എത്തുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ആരെങ്കിലും കേട്ടോ കിങ്കിടുക്ക് മരിച്ചു എന്ന് കേട്ട് കരഞ്ഞോ എന്ന് വെച്ചാൽ ട്രോളും നമ്മളെ അത് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അല്ല. ആ സമയം ഭയങ്കരമായിട്ട് അത് ഹോണ്ട് ചെയ്തു. ആ സമയത്ത് ലൈവിൽ കരഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാലഭാസ്കറിന്റെ വാർത്തയൊക്കെ വായിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്ന മനുഷ്യരുടെ വാർത്തയാണ്, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഒക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. ഇത് അവരുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുകയും മൂപ്പര് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പേഴ്സണലി നമ്മളെ ഇതാക്കുന്ന ഒരുപാട് വാർത്തകൾ ഇതുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്ന പല വാർത്തകളും വരാറുണ്ട്. അതിപ്പം ഫിലിമുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതൊക്കെ വളരെ സന്തോഷമുള്ള വാർത്തകളാണല്ലോ. ഇന്ന് തന്നെ ഇപ്പൊ മമ്മൂക്കായ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുമ്പോൾ സന്തോഷം
സന്തോഷമാണ്. അതൊരു അത്തരം ഹാപ്പി ആയിട്ടുള്ള വാർത്തകൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് സത്യത്തിൽ. അങ്ങനത്തെ അവാർഡ് വാർത്തകളും ഇതൊക്കെ നമുക്ക് ഈ നെഗറ്റീവ് വാർത്തകളുടെ കുത്തൊഴുക്കിനിടയിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ലൈറ്റായ കാര്യങ്ങൾ ചെയ്യാൻ, ലൈറ്റായി എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ചെയ്യാനോ ഒക്കെ പണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അത് ഇഷ്ടമായിട്ട് തന്നെ ചെയ്യുന്നതാണ് പലതും. ഏതെങ്കിലും ഗസ്റ്റിനെ വിളിച്ചിട്ട് ഇത് കയ്യിൽ നിന്ന് പോയി എന്നാണ് തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇത് എന്ത് ചെയ്യും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൊമെന്റിൽ, തുടക്ക സമയത്തോ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്? അങ്ങനെ അടുത്ത് മറ്റേ ഏതൊരു ഗസ്റ്റ് ഒരു ദിവസം മോർണിംഗിലെ ലൈവ് ഷോയിലിരുന്ന് അത്യാവശ്യം എന്തോ ഇച്ചിരി റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപർണ ഗോപിനാഥ്. ആക്ച്വലി ഞാൻ എന്തോ അവരോട് ചോദിച്ച അവർക്ക് ഇഷ്ടമായില്ല. കുറച്ച് ബോയിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്, അങ്ങനെ എന്തോ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി അവർക്ക് എന്തോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് എൻ്റെ ഈ ചോദ്യം കൂടി. അപ്പോൾ അവർ നിങ്ങൾ എന്നെ കുറിച്ച് പഠിച്ചിട്ട് വന്ന് പറയൂ എന്തൊക്കെയോ ഇങ്ങനെ ഓണേറി പറഞ്ഞു. ഞാനത് വല്ലാണ്ടായി ശരിക്കും. ഞാനും എൻ്റെ കോ ആങ്കർ നമ്മൾ രണ്ടുപേരായിരുന്നു ഏഷ്യാനെറ്റിൽ വെച്ച് ചെയ്തിരുന്നത്. അപ്പം ഒന്നും വല്ലാണ്ടായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ അടുത്തൊരു ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഇതുപോലെ പൃഥ്വിരാജ് കുറച്ചൊരു റൂഡായിട്ട് പെരുമാറി. നമ്മൾ ക്രിട്ടിക്കലായി ഒന്നും ചോദിക്കുന്നതോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കും പുറത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചതോ ഒന്നും പുള്ളിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ പുള്ളി പെട്ടെന്ന് ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനല്ല, ഏഷ്യാനെറ്റ് ന്യൂസിന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൂഡായി പെരുമാറി. പിന്നെ അതിനുശേഷം അതുവരെ കണ്ട പൃഥ്വിരാജ് ആയിരുന്നില്ല, അതിനുശേഷം ഇതായി. അപ്പൊ ഞാൻ ചോദിക്കേണ്ടിയിരുന്നില്ല, വേണ്ടിയിരുന്നില്ല, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരു ട്രോമയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ട്രെൻഡിങ് വേർഡാണല്ലോ ട്രോമ എന്ന് പറയുന്നത്. ഇനി ഒരാളെ എടുക്കും ഈശ്വര കയ്യിൽ നിന്ന് പോകും അങ്ങനെ വരും. പൃഥ്വിരാജ് എനിക്ക് കുറച്ച് ഇതായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് പക്ഷെ അതേപടി തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അത് എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ തന്നെ കൊടുത്തു. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് മാമിനെ പോലുള്ള എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാകും എന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാത്ത മേഖലകളും ഉണ്ടാവുമല്ലോ. അപ്പം എന്തെങ്കിലും ആളുകൾ അത്തരത്തിൽ ലൈവിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓരറിയാത്ത വിഷയത്തെക്കുറിച്ചാണ്, ഇതിന്റെ ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പെട്ടുപോവോ അല്ലെങ്കിൽ വേഗം ഫോൺ എടുത്ത് സെർച്ച് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്ക് ഞാൻ പെർപ്ലെക്സിറ്റി ഒക്കെ എൻ്റെ ഫോണിനകത്തുണ്ട്. അപ്പൊ തന്നെ നോക്കാറുണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് ലൈവിൽ വരുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് എല്ലാം കൂടി കളക്ട് ചെയ്ത് വെക്കാനൊന്നും നമ്മുടെ ബ്രെയിൻ അത്രയും സംഭവമൊന്നുമല്ലല്ലോ. പിന്നെ അതല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇടാനും പറ്റില്ല. നമുക്ക് ഏത് വാർത്ത വരും എന്നൊന്നും അറിയില്ല. പെട്ടെന്ന് സെർച്ച് ചെയ്ത് തന്നെയാണ് ലൈവിൽ എടുക്കുന്ന കാര്യങ്ങൾ. അതൊരു പുതുമയേ അല്ല, അങ്ങനെ എടുക്കാറുണ്ട് എപ്പോഴും. ഇപ്പം പുതിയതായി വരുന്ന ഓരോ വാർത്തയും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും, സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വാർത്ത വായിക്കുക എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഇങ്ങനെ ഇരുന്നുള്ള വാർത്ത വായനയല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സെർച്ച് ചെയ്ത് ഓരോന്ന് എടുക്കുന്നത്. ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ വേഗം, ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നിട്ട് ഇതെല്ലാം കളക്ട് ചെയ്യലും ചോദിക്കലും എല്ലാം അവിടെ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ വല്ല ഡിസ്കഷനും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ച് പ്രിപ്പറേഷൻ, ഒരു 1 hour, അതും ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല. 1 hour 2 hour ടൈം കിട്ടുന്നത് എന്തെങ്കിലും ഒരു ഡിസ്കഷനൊക്കെ വേണ്ടി മാത്രമാണ്. അതല്ലാത്തപ്പോൾ ലൈവ് ബുള്ളറ്റിൻസിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അവർ അവിടെ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വരും, അത് നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അന്ന് നമുക്കറിയാം പിറ്റേന്ന് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ബാക്കി അങ്ങനെയൊന്നും അല്ലാത്ത കാര്യങ്ങളോട് നമ്മൾ പെട്ടെന്ന് തന്നെയാണ് നിന്ന് വാർത്ത എടുക്കുന്നത്. അതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതാണ് ഈ വായിച്ചുകൊണ്ടിരുന്ന ആൾക്ക് അടിയിൽ കൂടെ കൊണ്ടുവന്ന് പേപ്പർ കൊടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും ഇതൊക്കെ റിയൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അത്തരത്തില് ചാനൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതുണ്ട്. അതിപ്പോ ലൈവില് അത് മിക്കവാറും ഈ ഡെസ്കിലൊക്കെ ലൈവ് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വരുന്ന വിവരങ്ങൾ ചിലപ്പം ഇങ്ങനെ കയ്യിൽ, ഇപ്പൊ ഒന്നും പേപ്പർ കൊടുക്കലല്ല, പക്ഷെ മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ പേപ്പർ തന്നെ കൊണ്ടുപോയി കൊടുക്കും. പണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെ അതിന്റെ കാര്യം ഇല്ല. കാരണം നമുക്ക് PCR നിന്ന് പെട്ടെന്ന് നമ്മളോട് ഒരു കാര്യം പറയും, പിന്നെ മെസ്സേജ് നോക്കാൻ പറയും, മെസ്സേജ് ഇട്ടേക്കും നമുക്ക് വാട്സപ്പിനകത്തൊക്കെ.